വയ്ക്കും, 6:10 അലാം വയ്ക്കും, 6:20 അലാം വയ്ക്കും, 6:30 വയ്ക്കും. ഗ്ലോ കണ്ടു. റിയലി ലൈക്ക് ദിസ്. വിചാരിച്ചിട്ട് അയ്യോ ഇതെന്താ. ഹായ് എവ്രി വൺ, ഐ എം മേഘ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ചില സമയത്ത് റീൽസൊക്കെ കാണുമ്പോൾ അതിൽ മോട്ടിവേഷൻ റീൽസ് വരാറുണ്ടല്ലോ. ഞാൻ വിചാരിക്കാറുണ്ട് നാളെ തുടങ്ങി എൻ്റെ ലൈഫ് ഞാൻ മാറ്റാൻ പോവാണ്. നാളെ തുടങ്ങി ന്യൂ ഡേ, ന്യൂ മീ, ന്യൂ ലൈഫ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കാറ്. ഞാൻ ആലോചിക്കും, യെസ്, നാളെ തുടങ്ങി ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഞാൻ നാളെ തുടങ്ങി ഇങ്ങനെയൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും, എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം റെഡിയാക്കി വയ്ക്കും. നാളെ മുതൽ ദാറ്റ് ഗേൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെ ആവണം എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് മോട്ടിവേഷൻ വീഡിയോസ് റീൽസൊക്കെ കാണുന്ന സമയത്ത്. പക്ഷേ പിറ്റേ ദിവസം എന്താ സംഭവിക്കുക? ഇതുപോലെ എണീക്കണ്ടേ, കുറച്ചേരം കൂടെ കിടക്കാൻ കുഴപ്പമൊന്നുമില്ല. ഒരു അരമണിക്കൂറല്ലേ, ഇപ്പോൾ ഒരു 6 മണിക്ക് എണീക്കാമെന്ന് വിചാരിച്ചു. ഒരു 6:30 എണീച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. 6:30 പോയി 7:30 ആവും, 8:30 ആവും, 9:30 ആവും, കൂടിപ്പോയി 10:30 വരെ ആവും. എല്ലാം പിന്നെയും പണ്ടത്തെ പോലെ. എന്നിട്ട് ഞാൻ വിചാരിക്കും ഇന്നെന്തായാലും വേണ്ട, ഇനി നാളെ ആവട്ടെ വിചാരിക്കും. നാളെ ആകുമ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും നാളെ ആവട്ടെ എന്ന്. അങ്ങനെ നാളെ പറഞ്ഞിട്ടൊരു ചൊല്ലുണ്ടല്ലോ, നാളെ നീളയോ. അതാണ് അവസ്ഥ. നമ്മുടെ ബ്രെയിൻ തന്നെ ശരിക്കും ആരുടെ സൈഡായി ബ്രെയിൻ. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ ചെയ്യണത്, ഇങ്ങനെ മടി പിടിച്ചിരിക്കണത്. പിന്നെ ഞാൻ വിചാരിക്കണം നാളെ തുടങ്ങി ഞാൻ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്ന് വിചാരിക്കുമ്പോഴേക്കും എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. എൻ്റെ മനസ്സൊക്കെ ഞാൻ ഫുള്ള് റെഡിയാണ്. നാളെ മുതൽ എനിക്ക് നേരത്തെ എണീക്കാൻ ഞാൻ റെഡിയാണ്. പക്ഷെ നാളെ ആകുമ്പോൾ മടിയാവുക. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ ആലോചിച്ച് ഞാൻ കണ്ടെത്തിയൊരു ഉത്തരമാണ്, നമ്മൾ നാളേക്ക് വെക്കണ്ട. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പം തന്നെ അങ്ങോട്ട് ചെയ്യുക. ഇങ്ങനെ നാളേക്ക് എന്ന് പറഞ്ഞിരിക്കാണ്ട് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു 2024 ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടാൻ സ്റ്റാർട്ട് ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത ഒരാളായിരുന്നു. ലൈക്ക് എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ തന്നെ അതായിരുന്നു. പിന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്നും എടുക്കാറ് പോലും ഇല്ല. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇരുന്ന ഒരാളായിരുന്നു. പക്ഷെ മടി കാരണം നാളെ പറഞ്ഞതിപ്പോൾ 2025 എൻഡിങ് ആയി, 2026 ആവാറായി. എന്നിട്ടാണ് ഐ ആം സ്റ്റാർട്ടിങ് ദിസ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ചെയ്യണമെന്ന് തോന്നിയാൽ ഇപ്പോൾ ചെയ്യുക. അപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2024 തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ലൈക്ക് ചാനലുണ്ട്, പക്ഷേ ഞാൻ വീഡിയോസൊന്നും ഇടാറില്ലായിരുന്നു. വീഡിയോസ് എടുക്കാൻ എനിക്ക് മടിയായിരുന്നു. ഞാൻ വിചാരിച്ചു ഫോൺ നല്ലതാണെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫോൺ ഇട്ടിപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ വെച്ചിട്ടാണ് ചെയ്യുക, ഫോണിൽ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. ഒരു ട്രൈപോഡ് വാങ്ങിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ട്രൈപോഡ് ഞാൻ വാങ്ങി, വീട്ടിലെവിടെയോ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ട്രൈപോഡ് വാങ്ങിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ലൈറ്റിംഗ് ഒന്നും ശരിയില്ല, ലൈറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു. ലൈറ്റിലാണ് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് വൈ ഇത്ര ലൈറ്റ് ഉള്ളത്. അപ്പോൾ ലൈറ്റ് വാങ്ങാമെന്ന് വിചാരിച്ച് ലൈറ്റ് വാങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു മൈക്ക് ഉണ്ടെങ്കിലാണല്ലോ സംസാരിക്കുമ്പോൾ സൗണ്ട് കുറച്ചും കൂടെ സൗണ്ട് ക്വാളിറ്റി ഉണ്ടാവുക. അങ്ങനെ ഞാൻ തന്നെ ഓരോ എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ കോളേജ് കഴിഞ്ഞ് കുറച്ച് ദിവസം വെറുതെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചു എന്തിനാണ് ആക്ച്വലി ഞാൻ നാളേക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചത്. അങ്ങനെ മാറ്റി വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഇല്ല. നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം തോന്നിയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യാം. നാളേക്ക് എന്ന് മാറ്റി വെച്ചെന്ന് വെച്ചാൽ ലൈക്ക് അത് നാളെ ആയിക്കൊണ്ടേയിരിക്കും. ഡോണ്ട് ഡൂ ദാറ്റ്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. സ്റ്റാർട്ട് നൗ, റൈറ്റ് നൗ ഇസ് ദ റൈറ്റ് ടൈം. അതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഐ വിൽ സീ യു ഓൺ നെക്സ്റ്റ് വൺ.